ബിഗ് ബോസ് മലയാളം സീസൺ 6 മൂന്നാമത്തെ ആഴ്ചയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് പവർ ടീം അംഗം കൂടിയായ ജിൻഡോ. രണ്ടാമത്തെ ആഴ്ചയിലെ പവർ ടീമിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ വിജയം വരിച്ചുകൊണ്ടാണ് ജിൻഡോ തന്റെ ഇമേജ് ചേഞ്ച് ചെയ്ത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു മുൻപ് ഒരു മണ്ടൻ അല്ലെങ്കിൽ ഒരു ശുദ്ധഗതിക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് ആയിരുന്നു ജിൻഡോയ്ക്കെങ്കിൽ പിന്നീട് ഒരു സമർത്ഥനായ മത്സരാർത്ഥിയായി പലരും അദ്ദേഹത്തെ കണ്ടു തുടങ്ങി. അത്തരത്തിൽ ജിൻഡോ ചെയ്യുന്ന ഒരു സമർത്ഥമായ ഒരു ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുക. ജിൻഡോ മറ്റുള്ളവരുടെ സംസാരം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ്. സംസാരം ഒരു പരിധിയിൽ എത്തുമ്പോൾ അത് തനിക്ക് ദോഷകരമാകും എന്നുണ്ടെങ്കിൽ ആ സംസാരത്തെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരിടത്തേക്ക് എത്തിക്കാനോ ജിൻഡോ വളരെ കാര്യമായി ശ്രമിക്കാറുണ്ട്. അഥവാ തനിക്കെതിരെ ഒരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു നറേറ്റീവ് ബിഗ് ബോസ് വീട്ടിൽ പുറത്തു വരാതിരിക്കാനും അത് പ്രേക്ഷകരിൽ എത്താതിരിക്കാനുമുള്ള വേണ്ട മുൻകരുതലുകൾ വളരെ കൃത്യമായി ജിൻഡോ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു പവർ ടീം അംഗം എന്നുള്ള നിലയിൽ ഒന്നുകിൽ ജിൻഡോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുകയാണെങ്കിൽ വേണ്ട ഞാനത് പറയാം, ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളവരുടെ വേർഷൻ കട്ട് ചെയ്തുകൊണ്ട് ആ സംസാരം മുഴുവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം വേർഷൻ സ്വന്തം രീതിയിൽ അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ ജിൻഡോ ശ്രമിക്കാറുണ്ട്. അല്ല എങ്കിൽ ആ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും വിഷയം അതിസമൃദ്ധമായി എടുത്തിട്ട് അതിൻ്റെ പുറകെ വീട്ടിലുള്ളവരെ പറഞ്ഞു വിടുന്ന ഒരു ശീലം ജിൻഡോ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വാലുവേഷൻ മീറ്റിംഗിൽ വെച്ച് പവർ ടീം ഏതെങ്കിലും തരത്തിൽ റോക്കിയെയും സിജോയെയും പിടിച്ചു മാറ്റുന്നതിന് മറ്റ് മത്സരാർത്ഥികളെ വീട്ടിൽ വിലക്കിയിരുന്നോ എന്ന ചോദ്യത്തിന് ഗബ്രി തൻ്റെ ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത് തനിക്ക് പാരയാകുമെന്ന് മനസ്സിലായി. ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയും തൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയും പിന്നീട് ഗബ്രി എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് പുറത്തു വരാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം പലർക്കും ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ വീട്ടിൽ മുടിയൻ അഥവാ ഋഷിയുമായി നടത്തുന്ന ഒരു സംഭാഷണ രംഗത്ത് ഋഷി പവർ ടീമിനെ വിമർശിക്കുകയും അതിൽ ജിൻഡോ തൻ്റെ അധികാരങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അതിൽ മുടിയൻ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസ് ആണോ അതോ പവർ ടീം ആണോ എന്ന്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് അല്ലല്ലോ, അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ആ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇത് തനിക്ക് വല്ലാത്ത രീതിയിൽ നെഗറ്റീവായി ഭാവിക്കും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിവിദഗ്ധമായി മറ്റൊരു വിഷയത്തിലേക്ക് ആ ചർച്ചയെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. മറ്റൊരു കാര്യം, ആരൊക്കെയായി ബഹളമുണ്ടായാലും ഏതൊക്കെ വ്യക്തികളുമായി ബഹളമുണ്ടായാലും പരസ്യമായി അവരുമായി ബഹളം ഉണ്ടാക്കുകയും അതിനുശേഷം വളരെ രഹസ്യമായി അല്ലെങ്കിൽ സാഹചര്യം കിട്ടുന്ന അവസരത്തിൽ പോയി അത് ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിച്ചുകൊണ്ടോ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ടോ അവരുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം നോറ ബിഗ് ബോസ് വീട്ടിൽ അത് തുറന്നു പറഞ്ഞിരുന്നു. തനിക്ക് പബ്ലിക്കായി താൻ കുറ്റം ചെയ്തു എന്ന് പറയുകയും അതിന് ശിക്ഷ വിധിക്കുകയും എല്ലാം ചെയ്തിട്ട് താൻ ആ ശിക്ഷയുടെ ഭാഗമായി ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടിയിൽ തന്നെ വന്ന് സഹായിച്ച് തന്നെ സോപ്പിടുന്ന ജിൻഡോയെ നോറ പ്രേക്ഷകർക്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ജിൻഡോ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏതായാലും ബിഗ് ബോസ് വീട്ടിലെ ഓരോ കാര്യങ്ങളും ഏത് രീതിയിൽ അത് പുറത്ത് പോകുമെന്നും ബിഗ് ബോസ് വീടിന് പുറത്ത് ടെലികാസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിലെ പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ തനിക്കെതിരെ ഒരു സംസാരം വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ബ്ലോക്ക് ചെയ്യാനും അതിന് പകരം മറ്റു കാര്യങ്ങൾ ചെയ്യാനും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ജിൻഡോ. പെട്ടെന്ന് പവർ ടീമിൽ എത്തുകയും പവർ ടീമിൽ അധികാരം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തതോടെ തൻ്റെ ഇത്തരം ട്രിക്കുകൾ വെളിച്ചത്ത് വരികയായിരുന്നു എന്നതാണ് സത്യം. ഇല്ലെങ്കിൽ തൻ്റെ ഈ ബ്രില്യൻസ് എല്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിൽ ശക്തമായ ഗെയിമുകൾ കളിക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ജിൻഡോ. ജിൻഡോയുടെ ഇത്തരം സ്ട്രാറ്റജികളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യും.